എല്ലാവർക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിലോട്ട് സ്വാഗതം. നമ്മുടെ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെല്ലാ വീഡിയോസും കാണേണ്ടതാണ്. നമ്മൾ ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ഈ ക്വസ്റ്റ്യൻ്റെ ബാക്കി ക്വസ്റ്റ്യനുകളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ എത്രയും പെട്ടെന്ന് അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരിക. ഓക്കെ, നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? ഒരു ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ വ്യാപ്തം വസ്തുവിൻ്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും. ഓപ്ഷൻ എന്താണ്? തുല്യമായിരിക്കും. കാരണം എന്താണ്? നമുക്കറിയാം, ഒരു നിശ്ചിത അളവിലൊരു പാത്രത്തിൽ എന്തെങ്കിലും ദ്രാവകം ഉണ്ടെങ്കിൽ അതിലോട്ട് നമ്മൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ നമ്മൾ അപ്ലൈ ചെയ്യും അവിടെ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ എത്ര വെയിറ്റുള്ള സാധനമാണല്ലോ, എത്ര വോളിയുള്ള സാധനമാണോ അതിലോട്ട് ഇട്ടത്, അത്രയും വോളിയത്തിൽ എന്തായിരിക്കും അതിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യും വാട്ടർ. രണ്ടാമത്തെ 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത 0.81 ആണ്. 0.81 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തിരിയിലൂടെ മണ്ണെണ്ണ ഉയർന്ന് വിളക്ക് കത്തുന്നത് എന്ത് മൂലമാണ്? കാപ്പിലറി റൈസ് അല്ലെങ്കിൽ കേശികത്വം മൂലമാണ് എന്ത് തിരിയിലൂടെ മണ്ണെണ്ണ ഉയർന്ന് വിളക്ക് കത്തുന്നത് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് നേർരേഖാ ചലനത്തിൽ തുടരുന്നതിന് എന്ത് ആവശ്യമില്ല? ഒരു ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന് അത് നേർരേഖയിൽ തന്നെ ചലിച്ചുകൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊരു അസന്തുലിത ബലത്തിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓടി വരുന്ന അത്ലറ്റ് ഫിനിഷ് ലൈനിൽ എത്തിയാലുടൻ ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. കാരണം എന്താണ്? ചലനജഡത്വമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണ്. ഇവിടെ എന്താ പറയുന്നത്? 5 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിൽ 2 സെക്കൻഡ് സമയത്തേക്ക് 5 കിലോഗ്രാം മാസുള്ള ഒരു സാധനം 2 സെക്കൻഡ് സമയത്തേക്ക് T=2 സെക്കൻഡ് സമയത്തേക്ക് തുടർച്ചയായി ഒരു ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുവിൻ്റെ വേഗത ഇനീഷ്യൽ വെലോസിറ്റി u എത്രയാണ്? 3യിൽ നിന്ന് ഫൈനൽ വെലോസിറ്റി v, അല്ലെങ്കിൽ നേരെ തിരിച്ചു വിടാട്ടോ, യു വി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടാം. ഫൈനൽ വെലോസിറ്റി എത്രയായി? 7 കൂടി എങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലം കണക്കാക്കുക. ബലത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് ഇക്വേഷൻ? F m a അല്ലെങ്കിൽ m v - u/t. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും നമ്മളെ ആൻസർ. നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ആൻസർ കിട്ടും. എന്തായിരിക്കും? F m v u/t. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എമ്മിൻ്റെ വാല്യൂ നമുക്കറിയാം. എത്രയാണ്? എം 5 ആണ്. 5 കിലോഗ്രാം ഇൻറ്റു വി 7 - 3 എത്ര സെക്കൻഡ് സമയത്തേക്ക്? 2 സെക്കൻഡിലിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5 × 4/2 ക്രോസ് ആൻസർ 10 ന്യൂട്ടൺ ആയിരിക്കും. ഇവിടെ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 10 ന്യൂട്ടൺ ആയിരിക്കും നമ്മുടെ ആൻസർ. നമ്മുടെ ആൻസർ ഇതിൽ ഓപ്ഷനുകൾ തെറ്റാണ്. നമ്മുടെ ആൻസർ എത്രയാണ്? 10 ന്യൂട്ടൺ ആണ്. ഇത് ഓർമ്മിപ്പിച്ചോ. ഇനി ഇതിൻ്റെ ഒരു എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യനും കൂടി ഇതിൽ ആടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എത്രയാണ് വെലോസിറ്റി എന്നുള്ളൊരു ചോദ്യം കൂടെ വരാൻ സാധ്യതയുണ്ട്. പുതിയതായിട്ടൊരു ഈ സെക്കൻഡ് 2 സമയം മാറ്റിയിട്ട് അവിടെ ഒരു 5 സെക്കൻഡ് ആക്കി കഴിഞ്ഞാൽ ഈ ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും അറിയോ എന്നുള്ളൊരു ക്വസ്റ്റ്യനൊക്കെ ഇവിടുന്ന് എക്സ്പെക്റ്റ് ചെയ്യാടാ. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ എന്താണ്? ചന്ദ്രനിലെ ജി വാല്യൂ മൂല്യം ഭൂമിയുടെ ജിയുടെ മൂല്യത്തിൻ്റെ എത്ര ഭാഗമാണ്? നമുക്കറിയാം 1/6 ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല ഇന്ത്യയിലെ എത്രാമത്തെ ഓപ്പൺ സർവകലാശാലയാണ്? 15ാമത് ഓപ്പൺ സർവകലാശാലയാണ്. ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല ഇന്ത്യയിലെ 15ാമത്തെ ഓപ്പൺ സർവകലാശാലയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സംസ്ഥാനത്തെ ആദ്യ വനിതാ ഫുട്ബോൾ അക്കാദമി എവിടെയാണ് വരുന്നത്? എറണാകുളം ജില്ലയിലാണ് ആദ്യ ഫുട്ബോൾ അക്കാദമി ഫോർ വുമൻസ് വരുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പൊതുവിതരണത്തിനായി ഉപയോഗിക്കുന്ന 1 ലിറ്റർ വെള്ളത്തിൽ 4 × 10⁻³ ക്ലോറിൻ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ക്ലോറിൻ്റെ ppmലുള്ള അളവ് കണക്കാക്കുക. 1 ppm is equal to 0.001 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രാമിൽ അടങ്ങിയിട്ടുള്ള ക്ലോറിൻ എത്രയാണ്? ഇവിടെ 0.004 ഗ്രാം എന്നുണ്ട്. 4 ഗ്രാം ക്ലോറിനുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ 0.004 ഡിവൈഡഡ് ബൈ 0.001 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണെടാ. 4 ppm ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ട്, കൊബാൾട്ടിൻ്റെ ഇലക്ട്രോൺ വിന്യാസം കണ്ടെത്തി എഴുതുക എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആർഗൺ കിടത്തെ ബ്രാക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ആർഗൺ എത്രയാണ്? 18 ഇലക്ട്രോണുകൾ അവിടെ കഴിഞ്ഞു. പിന്നെ കൊബാൾട്ടിൻ്റെത് എത്രയാണ്? കൊബാൾട്ടിൻ്റെ 27 ആണ്. അപ്പോൾ കൊബാൾട്ട് 27 ആവാൻ വേണ്ടിയിട്ട് ഇതിൽ ആരാണ് സഹായിക്കുന്നത്? ഇനി എത്ര വേണം? 18 + 9 വേണം. ഇവിടെ ഒരു 9 പോസിബിലിറ്റി ഉണ്ട്. പിന്നെ വേറെ എവിടെയുള്ളത്? ഇവിടെ 10 ആണ്. ഇവിടെ എത്രയുള്ളത്? ഇവിടെ അതുപോലെ തന്നെ 8 ഉള്ളൂ. ഇവിടെ 4 ഉള്ളൂ. അപ്പോൾ ഇതിൽ ഓപ്ഷനിൽ മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് എന്തായിരിക്കും? അങ്ങനെ നോക്കാം. വേറെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇലക്ട്രോണുകളുടെ എണ്ണം കറക്റ്റായിട്ട് കിട്ടുന്നത് ഇവിടെ തന്നെയുള്ളൂ. ബാക്കി എങ്ങനെയാണ് ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ ഒരുപോലത്തെ വേറെ എന്താ പറയുക എക്സാമ്പിളുകൾ നമ്മൾ ഓപ്ഷനിലുണ്ടോ നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മുടെ ഓരോ ഓർബിറ്റിൽ ഓരോ ഷെല്ലിൽ എങ്ങനെയാണ് ഇലക്ട്രോൺ പ്ലേസ് ചെയ്യണമെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ അതിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പോൾ ഇവിടെ എത്രയാണ്? 27 ആണ് കൊബാൾട്ടിൻ്റെ ആറ്റോമിക് നമ്പർ, അല്ലെങ്കിൽ 27 ഇലക്ട്രോണാണ് കൊബാൾട്ടിനുള്ളത്. ആ ഇലക്ട്രോണ് 18 + 18 എന്താണ്? ആർഗണിൽ എന്താണ്? ആർഗൺ സ്റ്റേബിളായിട്ടുള്ള 18 എന്താ പറയുക ഇലക്ട്രോണുകളുള്ള ആളാണ് അയാൾ. പ്ലസ് എത്ര എക്സ്ട്രാ വന്ന 9 ഇലക്ട്രോണുകൾ എങ്ങനെയാണ് പ്ലേസ് ചെയ്തതെന്ന് നോക്കിയിട്ട് നമുക്ക് കൊബാൾട്ടിൻ്റെ ഇലക്ട്രോൺ വിന്യാസം കണ്ടെത്താം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന ഐസോ ഇലക്ട്രോണിക് അല്ലാത്തത് ഏതെന്ന് കണ്ടെത്തുക. എന്താണ് ഐസോ ഇലക്ട്രോണിക്? സെയിം നമ്പർ ഓഫ് ഇലക്ട്രോണുകൾ ഉണ്ടാവും. സെയിം നമ്പർ ഓഫ് ഇലക്ട്രോണുകളുള്ള ഡിഫറെൻറ്റ് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ് ഐസോ ഇലക്ട്രോണിക് എന്ന് പറഞ്ഞാൽ. ഇതിൽ ഏതാണ് ഐസോ ഇലക്ട്രോണിക്? ഫസ്റ്റിലെ ഓപ്ഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റിലെ ഓപ്ഷൻ്റെ പൊട്ടാസ്യമാണ്. പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 19 ആണ്. കാൽസ്യം 20 ആണ്. അതുപോലെ സ്കാൻഡിയം 21 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 21 സ്കാൻഡിയം 3+ ആണെന്നുണ്ടെങ്കിൽ സ്കാൻഡിയം എത്രയായിരുന്നു? 18 ആയി. അതുപോലെ തന്നെ കാൽഷ്യം 20 - 2 18 ആയി. 19 പൊട്ടാസ്യം 19 - 1 അതും 18 ആയി. ഇതുവരെ എന്താണ്? ഐസോ ഇലക്ട്രോണികളാണ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ആണ് ഇവർ. അപ്പോൾ ഇവർ ഐസോ ഇലക്ട്രോണിക്. ഇതുപോലെ ഐസോ ഇലക്ട്രോണിക് അല്ലാത്ത ആളുകൾ ആരാണ്? നമുക്ക് എല്ലാത്തിൻ്റെ അറ്റോമിക് നമ്പർ ഏകദേശം ഒരു 30 വരെയൊക്കെ നിങ്ങൾ അറ്റോമിക് നമ്പർ നിങ്ങൾ പീരിയോഡിക് ടേബിൾ വെച്ചിട്ട് കാണാതെ പഠിക്കണം. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് എന്ത്? ഐസോടോണിക് ഐസോ ഇലക്ട്രോണിക് അല്ലാത്തതാ. ഓക്കെ, അടുത്ത നോക്കാം. 1,3-ഡൈ ബ്രോമോപ്രോപ്പെയിൻ മെറ്റാലിക് സിങ്കുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്നത് എന്താണ്? സൈക്ലോപ്രോപ്പെയിൻ. വുഡ്സ് റിയാക്ഷൻ അല്ലേ? സൈക്ലോപ്രോപ്പെയിൻ ആണ് ആൻസർ. അത് നിങ്ങൾ നോട്ട് ചെയ്തോ. അടുത്തത്, ശരാശരി ബോണ്ട് ലെങ്ത് ഏറ്റവും കൂടുതൽ ഏതിനാണെന്ന് കണ്ടെത്തുക. ശരാശരി ബോണ്ട് ലെങ്ത് ഏറ്റവും കൂടുതൽ ഏതിനാണെന്ന് കണ്ടെത്തുക. ബോണ്ട് ലെങ്ത് ഏറ്റവും കൂടുതൽ കാർബൺ ബോണ്ടാണ്. കാരണം എന്താ? അതാണ് 154 ആണ് അതിൻ്റെ പൈക്കോമീറ്റർ ആണ് അതിൻ്റെ ലെങ്ത്ത്. ഈ കാർബൺ ബോണ്ട് ഈ ബോണ്ട് ലെങ്ത്ത് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിൻ്റെ എന്ത് കുറയും? സൈസ് കൂടുന്തോറും ബോണ്ട് ലെങ്ത്ത് എന്ത് ചെയ്യാണ്? കൂടി നിൽക്കും. അതുപോലെ തന്നെ ബോണ്ട് ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ബോണ്ട് സ്ട്രെങ്ത്ത് എന്ത് ചെയ്യും? ബോണ്ട് സ്ട്രെങ്ത്ത് ഡിക്രീസ് ചെയ്യും. വേഗം ബ്രേക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഏറ്റവും ഏറ്റവും നല്ല പവറുള്ള സാധനം ആരായിരിക്കും? കാർബൺ ഹൈഡ്രജൻ ബോണ്ടാണ്. കാരണം എന്താ? ഹൈഡ്രജൻ്റെ സൈസ് വളരെ ചെറുതാണ്. അപ്പോൾ ഇതുമായിട്ട് ഹൈലി അട്രാക്റ്റഡ് ആയിട്ടേക്കാരം. ആ ബോണ്ട് പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ ബോണ്ട് പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ നല്ല പണിയെടുത്തേ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഒക്കെ വെച്ചിട്ട് നമുക്ക് ഓക്സിജനും കാർബൺ ഡയറ്റൊക്കെ കമ്പയർ ചെയ്യാം. അതിനൊന്നും നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ 2 കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഏറ്റവും കൂടുതൽ ബോണ്ട് ലെങ്ത് ഏറ്റവും കൂടുതൽ കാർബൺ ആണ്. ഏറ്റവും കുറവ് കാർബൺ ഹൈഡ്രജൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കാർബൺ ഹൈഡ്രജൻ പഠിച്ചോ. ഓക്കെ, അടുത്തത് നോക്കാം. ലിക്വിഡ് ഗ്യാസ് എന്ന പദാർത്ഥത്തിൻ്റെ വ്യത്യസ്ത അവസ്ഥ
യാഥാർത്ഥ്യത്തിൽ എന്താണ്? ലിക്വിഡ് ഗ്യാസ് എന്നറിയപ്പെടുന്ന പദാർത്ഥത്തിൻ്റെ വ്യത്യസ്തമായ അവസ്ഥ യഥാർത്ഥത്തിൽ എന്താണ്? ഓപ്ഷൻ എ ഇലിസ്പീഡൽ കൊളോയിഡുകളുടെ സസ്പെൻഷനാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലിഥിയം അയോൺ ബാറ്ററിക്കു പകരം പരിസ്ഥിതി സൗഹൃദപരമായിട്ട് ഉപയോഗിക്കാമെന്ന് പുതുതായി കണ്ടെത്തിയത് ഏത് ലോഹ ആനോഡുകളാണ്? സോഡിയം ആനോഡുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ബാറ്ററിയിൽ ആനോഡ് എന്താ പറയുക, ലിഥിയത്തിന് പകരം സോഡിയത്തെ റീപ്ലേസ് ചെയ്യാനാണ് പറയുന്നത്. ഡിസംബർ 5 പ്രാധാന്യം എന്ത്? ഡിസംബർ 5 പ്രാധാന്യം ലോക മണ്ണ് ദിനമാണ്, മറന്നിരിക്കരുത്. അടുത്തത്, ഗന്ധം തിരിച്ചറിയുന്നതിന് സഹായിക്കുന്ന ഭാഗമായ ജേക്കബ്സൺ ഓർഗൻ കാണപ്പെടുന്ന ജീവി? പാമ്പ് അല്ലേ? പാമ്പാണ്. 6 സിക്സ് കിങ്ഡം വർഗീകരണ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാരാണ്? കോൾവേഴ്സ് ആണ് സിക്സ് കിങ്ഡം വർഗീകരണത്തിൻ്റെ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്യൂണിക്കൾച്ചർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ക്യൂണിക്കൾച്ചർ മുയൽ വളർത്തലാണ്. ക്യൂണിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ കൂൺ കൃഷി എന്നൊക്കെ പോയി എഴുതരുത്. മുയൽ വളർത്തലിൻ്റെ മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ക്യൂണിക്കൾച്ചർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോശ വിഭജനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ന്യൂക്ലിയസ് വിഭജനത്തിൽ മൈറ്റോസിസിൽ പുതിയ ന്യൂക്ലിയസുകൾ രൂപം കൊള്ളുന്ന ഘട്ടം ഏത് എന്നാണ് ചോദിച്ചത്. നമുക്ക് 4 ഘട്ടങ്ങളാണ് മൈറ്റോസിസിനുള്ളത്. മൈറ്റോസിന് 4 ഘട്ടങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് 4 ഘട്ടങ്ങൾ? മെറ്റാഫേസ് ഉണ്ട്, പ്രോഫേസ് ഉണ്ട്, അത് ടിലോഫേസ് ഉണ്ട്, എനേഫേസ് ഉണ്ട്. ഇങ്ങനെ 4 ഘട്ടങ്ങളിലായിട്ടാണ് എന്ത് നടക്കുന്നത്? കോശ വിഭജനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ന്യൂക്ലിയസ് വിഭജനത്തിൻ്റെ ഈ ഘട്ടങ്ങളിൽ പുത്രികാ ന്യൂക്ലിയസുകൾ രൂപം കൊള്ളുന്ന ഘട്ടം ഏതാണെന്നാണ് നമ്മുടെ ഓപ്ഷൻ. ടിലോഫേസിലാണ് എന്ത് ചെയ്യുന്നത്? പുത്രികാ ന്യൂക്ലിയസുകൾ രൂപം കൊള്ളുന്നത്. പ്രോഫേസിൽ എന്താണ്? പ്രോഫേസിൽ ക്രൊമാറ്റിൻ ജാലിക തടിച്ചു കുറുകി ക്രോമസോൺ ആവുന്ന ഘട്ടമാണെന്ത്? പ്രോഫേസ്. രണ്ടാമത്തത് മെറ്റാഫേസിൽ എന്താണ്? ക്രോമസോമുകൾ കോശത്തിൻ്റെ മധ്യഭാഗത്ത് നിരനിരയായി ക്രമീകരിക്കുന്ന പരിപാടിയാണ് എന്താ? മെറ്റാഫേസ്. അതുപോലെ തന്നെ ആദ്യത്തെ ഫേസാണ് മെറ്റാഫേസ്, രണ്ടാമത്തെ ഫേസാണ് എന്താ? പ്രോഫേസ്. മൂന്നാമത്തെ ഫേസായുള്ള ടിലോഫേസിൽ പുത്രികാ ന്യൂക്ലിയസ് ഉണ്ടാകുന്നു. നാലാമത്തത് അനാഫേസിൽ എന്താ ഉണ്ടാകുന്നത്? ക്രൊമാറ്റിഡ് ഇരിക്കുന്ന ഫേസ് ആണെന്നും നമുക്ക് പറയാം. ഓക്കെ, അപ്പം നമ്മൾ ഓപ്ഷൻ ഡി ആണ് നമ്മളെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. കീടങ്ങൾ മൂലമുണ്ടാകുന്ന വിളനാശം കുറയ്ക്കാൻ ഏറ്റവും ഉചിതമായ മാർഗം ഏത്? സംയോജിത കീട നിയന്ത്രണമാണ് ഏറ്റവും ഉചിതമായ മാർഗം. വൈറ്റമിൻ എയുടെ അപര്യാപ്തം മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത. അതേപോലെ തന്നെ സിറോഫ്താൽമിയ എന്നും വരാൻ സാധ്യത. എനിക്ക് സിറോഫ്താൽമിയ വൈറ്റമിൻ എയുടെ ഭാഗമാണ്. അനീമിയ എന്താണ്? മിനറൽസിൻ്റെ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. വായ്പുണ്ണ് എന്താണ്? വിറ്റമിൻ ബിയുടേതാണ്. സ്കർവി വൈറ്റമിൻ സിയുടേതാണ്. അതൊക്കെ നോട്ട് ചെയ്തോ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 45ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുക? DNA ഫിംഗർ പ്രിൻ്റ് ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാടാ? അലക് ജഫ്രിയാണ് DNA ഫിംഗർ പ്രിൻ്റ് ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ നോക്കാം. 3 മുതൽ 6 വരെ വയസ്സുള്ള പ്രായമുള്ള കുട്ടിയുടെ സ്ഥൂലപേശി വികാസത്തിന് അല്ലെങ്കിൽ ഗ്രോസ് മസിൽ ഡെവലപ്മെൻറ്റിന് അനുഗുണമായ ഒരു അനുഭവ പ്രവർത്തനമാണ് പന്തെറിയൽ. എന്താണ് പന്തെറിയൽ? അനുഭവ പ്രവർത്തനമാണ്. അനുഗുണമായ ഗ്രോസ് മസിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റുമായി അനുഗുണമായ ഒരു അനുഭവ പ്രവർത്തനമാണ് പന്തെറിയൽ എന്ന് മനസ്സിലാക്കുക. എന്താണ് ഗ്രോസ് ആക്ടിവിറ്റി? മസിൽ, കൈ, കാലും എല്ലാത്തിൻ്റെ ഒരുവിധ ഹയ്യസ്റ്റ് ആയിട്ടുള്ള മസിലുകളൊക്കെ ഒരേ സമയത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ് പന്തെറിയൽ. വൈകാരിക ബുദ്ധി, ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ സവിശേഷത. ആൻസർ ഡി. ഇവയെല്ലാം ഇതിൻ്റെ സവിശേഷതയാണ്. സെൽഫ് അവെയർനെസ്, സെൽഫ് റെഗുലേഷൻ, സോഷ്യൽ അവെയർനെസ്, ഇവയെല്ലാം ഇമോഷണൽ ഇൻ്റലിജൻസുമായി കണക്ട് ചെയ്യാൻ പറ്റും. പിയാഷെയുടെ സിദ്ധാന്തപ്രകാരം താഴെ പറഞ്ഞ വൈജ്ഞാനിക വികാസങ്ങളുടെ
ഘട്ടക്രമങ്ങൾ നിർദ്ദേശിക്കുക. വികാസഘട്ടങ്ങളുടെ ക്രമം നിർദ്ദേശിക്കാനാണ് പറഞ്ഞത്. ഏതാണ് ഇതിൽ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി. ഈ ഒരു കാര്യം നോട്ട് ചെയ്തോ. റിഫ്ലക്സ് ആക്ഷൻ, സിമ്പിൾസ്, അതുപോലെ തന്നെ ഓപ്പറേഷൻ, അതുപോലെ തന്നെ യുക്തിചിന്ത അല്ലെങ്കിൽ റീസണിങ്. ഈ ഒരു കറക്റ്റ് ഘട്ടം കാണാതെ പഠിച്ചോ. പിയാഷയുടെ ഘട്ടങ്ങൾ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കും. ഇതല്ലെങ്കിൽ വേറെ രീതിയിൽ അത് ചോദിക്കും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റോഷ ഇങ്ക് ബോട്ട് ടെസ്റ്റ് ഏത് തരത്തിലുള്ള മനഃശാസ്ത്ര ഗവേഷണ രീതിയാണ്? പ്രക്ഷേപണ രീതി അല്ലെങ്കിൽ പ്രൊജക്റ്റീവ് മെത്തേഡ്. ഏതാണ്? പ്രൊജക്റ്റീവ് മെത്തേഡാണെന്ത്? റോഷ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് അല്ലെങ്കിൽ പ്രക്ഷേപണ രീതിയാണ് എന്ന് പഠിച്ചു വെക്കുക. വാചിക ചേഷ്ടയുടെ പ്രബലനമാണ് ഭാഷാവികാസത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറഞ്ഞ മനഃശാസ്ത്രജ്ഞൻ ആരാണെന്നാണ് ചോദിക്കുന്നത്. വാചിക ചേഷ്ടകളുടെ അല്ലെങ്കിൽ വെർബൽ ബിഹേവിയറിൻ്റെ കണ്ടീഷനിങ് ആണ് എന്ന് പറഞ്ഞാൽ ഈ വെർബൽ ബിഹേവിയറിങ് സ്റ്റിമുലസും റെസ്പോൺസും സംസാരിച്ച് പ്രാക്ടീസ് അത്തരത്തിലുള്ള ഒരു ബിഹേവിയറിസ്റ്റിക് വ്യൂ ഉള്ള മനഃശാസ്ത്രജ്ഞന്മാരാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഉണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ അയാളെ കുത്തിക്കോ. ആരാണ്? BF സ്കിന്നറാണ് നമ്മുടെ ആൻസർ. ഓക്കെ. താഴെ പറയുന്ന ഏത് കാര്യമാണ് ബോബോഡോൾ പരീക്ഷണത്തിലൂടെ സാധൂകരിക്കുന്നത്? ഓപ്ഷൻ ബി. ദൃശ്യമാധ്യമങ്ങളിലൂടെ മുതിർന്നവരുടെയും പെരുമാറ്റ രീതികൾ കുട്ടി അനുകരിക്കുകയും അവലംബിക്കുകയും ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ, ഫ്രോയിഡിൻ്റെ മനോവിശ്ലേഷണ സിദ്ധാന്തം അല്ലെങ്കിൽ സൈക്കോ അനലറ്റിക്കൽ തിയറി പ്രകാരം വാസനകളുടെ പ്രകൃത വികാര വിചാരങ്ങളുടെയും ഉറവിടമായ വ്യക്തിത്വ ഘടകം ഏതാണത്? ഇതാണ്. നോക്കാം. പഠനത്തിൽ മികവ് പുലർത്താനാവാത്ത ഒരു കുട്ടി ചിത്രരചനയിൽ മികവ് പുലർത്താൻ ശ്രമിക്കുന്നു. ഏതു തരത്തിലുള്ള സമായോജന ക്രിയാതന്ത്രമാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചത്. ഏതാണ്? അനുപൂരണം അല്ലെങ്കിൽ കോമ്പൻസേഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സമ്മാനങ്ങളും പ്രശംസകളും പഠനം പ്രബലപ്പെടുത്തുന്നു. ഏതു പഠന നിയമമാണ് ഇവിടെ കൂടുതൽ പ്രസക്തം? ഫല നിയമമാണ് അല്ലെങ്കിൽ ലോ ഓഫ് എഫക്റ്റ് ആണ്. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രവുമായി കൂടുതൽ യോജിച്ചു പോകുന്ന പ്രശ്നപരിഹാരണ രീതി. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രമായിട്ട് കൂടുതൽ യോജിച്ചു പോകുന്ന പ്രശ്നപരിഹാര രീതിയാണ് ഹ്യൂറിസ്റ്റിക് അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് രീതിയാണ് ഹ്യൂറിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചാക്രിക രീതിക്ക് അല്ലെങ്കിൽ സ്പൈറലിങ്ങിന് ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചിരുന്നത്. ഉദാഹരണം ഏതാണ്? സംഖ്യാബോധവും സങ്കലനവും വ്യവകലനവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ സ്വാഭാവിക സന്ദർഭങ്ങളിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ള ഓപ്ഷൻ സി ആണ് നമ്മളെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എന്താണ് ടാലൻറ്റ് ലാബ്? എന്താണ് ടാലൻറ്റ് ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അഭിരുചിയുള്ള മേഖല കണ്ടെത്തി സ്കൂൾ പഠനകാലത്തു തന്നെ പരിശീലനവും പ്രോത്സാഹനവും നൽകുന്നതിനെയാണ് ടാലൻറ്റ് ലാബ് എന്ന് പറയുക. മനസ്സിലാക്കിക്കോ. ഓക്കെ. 73 കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തമായ ആവശ്യമാണ് സാർവത്രികമായ ഗുണനിലവാരം യൂണിവേഴ്സൽ ക്വാളിറ്റിയാണ് ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1 മുതൽ 8 വരെ ക്ലാസ്സുകളിൽ പഠന സൗകര്യങ്ങളും പഠന നിലവാരങ്ങളും ഉയർത്തുന്നതിന് വേണ്ടി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും 2022 മുതൽ 2017 വരെ നടപ്പിലാക്കിയ കേന്ദ്രാധിഷ്ഠിത പദ്ധതി ഏതാണ്? സർവശിക്ഷ അഭിയാൻ SSA ആണല്ലേ. ഓക്കെ. ഭാരമാകാത്ത പഠനം ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്ന റിപ്പോർട്ട് 1993 സമർപ്പിച്ച ദേശീയ വിദ്യാഭ്യാസ ഉപദേശക സമിതിയുടെ അധ്യക്ഷനാരായിരുന്നു? യശ്പാൽ ആയിരുന്നു. പ്രൊഫസർ യശ്പാൽ ആയിരുന്നു. അല്ലെങ്കിൽ പ്രൊഫസർ യശ്പാൽ ആയിരുന്നു ദേശീയ വിദ്യാഭ്യാസ ഉപദേശക സമിതിയുടെ അധ്യക്ഷൻ എന്ന് 1993 ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ സമർപ്പിച്ച. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഉൾച്ചേർന്ന വിദ്യാഭ്യാസം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഭിന്നശേഷിക്കാരായ കുട്ടികൾ സമപ്രായക്കാരോടൊപ്പം വിവേചനമില്ലാതെ ലഭിക്കുന്ന മുഖ്യധാരാ വിദ്യാഭ്യാസമാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. 77 ഗാന്ധിയൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രസക്തി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. തദ്ദേശീയ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയാണ് ഗാന്ധിയൻ വിദ്യാഭ്യാസ. ആഗമന രീതി ഇൻഡക്റ്റീവ് മെത്തേഡിൻ്റെ സവിശേഷത അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി. നിയമത്തിൽ നിന്ന് വിശദീകരണത്തിലേക്ക്. അതാണ് ഓപ്ഷൻ സി സവിശേഷത അല്ലാത്തത്. ബാക്കി മൂന്നും ഈ ഇൻഡക്റ്റീവ് മെത്തേഡിൻ്റെ സവിശേഷതകളാണ്. ഡിഡക്റ്റീവും ഇൻഡക്റ്റീവും DGPയും IPGയും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം?
പഠിച്ചു വെക്കണം, അത് നിർബന്ധമാണ്. എന്താണ് വിലയിരുത്താൻ ഉദ്ദേശിച്ചത് അതുതന്നെ വിലയിരുത്താൻ കഴിയുക. മുകളിൽ പരാമർശിച്ച ശോധകത്തിൻ്റെ അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൻ്റെ ഏത് സവിശേഷതയാണ്? വാലിഡിറ്റി അല്ല, സാധുതയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കുട്ടിയുടെ ലേഖനശേഷിയെ ബാധിക്കുന്ന ഒരു പഠന വൈകല്യമാണ് ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, നോൺ വെർബൽ. ഏതാണ്? ഓപ്ഷൻ ബി ഡിസ്ഗ്രാഫിയയാണ് എന്ത് ഒരു ലേഖന ശേഷിയെ ബാധിപ്പിക്കുന്നത്. അപ്പം നമ്മൾ പേപ്പറിലെ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് പഠിക്കാനുള്ള മാക്സിമം ഇംഗ്ലീഷും മലയാളം ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസുകളും നമ്മൾ ഇതിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ മാത്സിലെ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ എടുത്ത് നോക്കിയിട്ട് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്ത് പഠിക്കണം. ഇപ്പോൾ തന്നെ മാത്സിൽ നിന്ന് 15 മാർക്കിനാണ് നമുക്ക് ക്വസ്റ്റ്യൻ ഉള്ളത്, വിട്ടുപോകരുത്. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻ പേപ്പർ, ബാക്കി ഓരോ ഇയറിലെയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ തുടർന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പം ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അവരിലേക്ക് എത്തിച്ചു കൊടുത്തിട്ട് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നാളെ മറ്റന്നാളായിട്ട് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുവരേക്കും ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്.